വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ കണ്ടോളൂ. ബുദ്ധിമുട്ടില്ലാതെ വണ്ണം കുറയ്ക്കാം, അതും ഒരു മാസം കൊണ്ട്. യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ വർണ്ണാഭമായ തലക്കെട്ടുകളുള്ള വീഡിയോകളായിരിക്കും നമുക്ക് മുൻപിലെത്തുക. ഇത് കണ്ടാൽ ഒന്ന് തുറന്നു നോക്കാതെ നമുക്കൊരു സമാധാനവുമില്ല. വണ്ണമുള്ള ശരീരം ഇന്ന് മലയാളികൾക്ക് അപമാനമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇത് തടയാൻ ആശ്രയിക്കുന്നതോ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്ന അശാസ്ത്രീയ ഡയറ്റ് വീഡിയോകളെയും. എന്ത് ചെറിയ കാര്യത്തിനും നാം ഇന്ന് പരതുന്നത് യൂട്യൂബിലാണ്. എന്നാൽ ഇതിൽ ഒളിച്ചിരിക്കുന്ന അപകടം ആരും തിരിച്ചറിയുന്നില്ല. കണ്ണൂർ സ്വദേശിനിയായ ശ്രീനന്ദ എന്ന 18-കാരിയുടെ മരണം യൂട്യൂബ് നോക്കിയുള്ള ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധ വേണമെന്ന് വീണ്ടും മലയാളികളെ ഓർമ്മിപ്പിക്കുന്നു. വണ്ണം കൂടുതലാണെന്ന ധാരണയിലായിരുന്നു ശ്രീനന്ദ ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചത്. ഇതിനാശ്രയിച്ചതാകട്ടെ യൂട്യൂബ് വീഡിയോകളെയും. ഇതിലെ നിർദ്ദേശപ്രകാരം ഭക്ഷണത്തിൻ്റെ അളവ് നന്നായി കുറച്ചു. കഠിനമായ വ്യായാമവും ചെയ്തു. പട്ടിണി കിടന്നതോടെ ആമാശയം ചുരുങ്ങി. വേണ്ടത്ര ഭക്ഷണം ശരീരത്തിന് ലഭിക്കാതെ വന്നതോടെ ശ്രീനന്ദയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ ആരംഭിച്ചു. ആരോഗ്യനില മോശമായതോടെ ശ്രീനന്ദയെ വീട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലശ്ശേരി സഹകരണ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായിട്ടായിരുന്നു ശ്രീനന്ദ ചികിത്സ തേടിയത്. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. അനോറെക്സിയ നെർവോസോ എന്ന രോഗാവസ്ഥ ശ്രീനന്ദയ്ക്ക് ഉണ്ടായിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്താണ് അനോറെക്സിയ നെർവോസോ എന്ന രോഗം? ഗുരുതരമായ ഈറ്റിംഗ് ഡിസോർഡറും മാനസികാരോഗ്യ പ്രശ്നവുമാണ് അനോക്സിയ നെർവോസോ. ഈ പ്രശ്നമുള്ളവർ വണ്ണം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കും. വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അമിതമായി വ്യായാമം ചെയ്യുകയോ ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിച്ച് കളയാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും. പട്ടിണി കിടക്കുക കൂടി ചെയ്യുന്നതോടെ സാഹചര്യം ഗുരുതരമാകും. സ്വന്തം ശരീരത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടാവും. വണ്ണം വെക്കുമോ എന്ന് ഭയമുണ്ടാവുകയും ചെയ്യും. വണ്ണം തീരെ കുറവാണെങ്കിലും വണ്ണം വെക്കുമോ എന്ന തോന്നലുണ്ടാകും. പ്രായലിംഗ ഭേദമന്യേ എല്ലാവരിലും ഈ അവസ്ഥ കാണാം. ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയവയാണ് അനോറെക്സിയ നെർവോസയിലേക്ക് നയിക്കുന്നത്. അനോറെക്സിയ ഉണ്ടെന്ന സംശയം തോന്നിയാലുടൻ വിദഗ്ധ ചികിത്സ തേടണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളിലൂടെ ഈ അവസ്ഥയെ മറികടക്കാനാകുമെന്നും ഡോക്ടർമാർ പറയുന്നു. അമിതഭാരം ബുദ്ധിമുട്ടാകുമ്പോൾ പലരും പട്ടിണി കിടക്കുകയാണ് പതിവ്. എന്നാൽ ഇത് വലിയ ദോഷമാണ്. എന്ത് ഡയറ്റ് എടുക്കുമ്പോഴും ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അമിതവണ്ണം അനാരോഗ്യമാണ്. എന്നാൽ അമിതവണ്ണം മാത്രമാണ് അനാരോഗ്യമെന്നതിന് അർത്ഥമില്ല. ശരിയായ ശരീരഭാരം നിലനിർത്തുക ആരോഗ്യത്തോടെയുള്ള ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമാണ്. ഡയറ്റ് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇക്കാര്യം കൂടി ഓർത്തിരിക്കുന്നതാകും ഉചിതം. ഇങ്ങനെ യൂട്യൂബ് നോക്കി പരീക്ഷിക്കുന്നവർക്ക് ശ്രീനന്ദ ഒരു പാഠമാണ്. എന്തിനും ഏതിനും യൂട്യൂബിനെ ആശ്രയിക്കുന്നവർ അനുകരിക്കും മുൻപ് ഒരു തവണയെങ്കിലും നന്നായി ആലോചിക്കണം.